ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മെഴുക്കുരുട്ടി റെസിപ്പിയാണ് കേട്ടോ. മെഴുക്കുരുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താ മെഴുക്കുരുട്ടിയാണ്, പയറൊക്കെ കാണുന്നുണ്ട്, വേറെ എന്താണെന്നുള്ളത്. നമ്മുടെ കുമ്പളങ്ങയും വൻപയറും ചേർത്തിട്ടുള്ള മെഴുക്കുരുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുമ്പളങ്ങയും പയറും ചേർത്ത് മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 കപ്പ് വൻപയർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കിലോ കുമ്പളങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൻപയർ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. വൻപയറും കുമ്പളങ്ങ രണ്ടായിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൻപയറിന് കുക്കിംഗ് ടൈം കൂടുതലാണ്. കുമ്പളങ്ങ കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ ചട്ടിയിലോ പാനിലോ ഏതിലെങ്കിലും വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചട്ടിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. എളുപ്പം നമുക്ക് ചട്ടിയിൽ വേവിച്ചെടുക്കുകയാണ്. കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുമ്പളങ്ങ. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്യാന്ന് പറയുന്നത്. വൻപയർ നിങ്ങളുടെ കയ്യിലുള്ള വൻപയറിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് 3-4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വൻപയർ കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമ്മൾ കുക്കറിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഈ പയറിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കുക. ഇതിപ്പോൾ ഞാനൊരു 3 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വൻപയർ കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുമ്പളങ്ങ കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങയും കുക്ക് ചെയ്യാൻ വയ്ക്കാം. കുമ്പളങ്ങയിലേക്ക് നമ്മൾ 1-2 കാര്യങ്ങൾ ചേർത്ത് വേണം വേവിക്കാനായിട്ട്. കുക്കറിലാണെങ്കിലും ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പയറിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, അതും കൂടി കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുമ്പളങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, കുമ്പളങ്ങ വേവാൻ ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളിക്ക് ഓരോ സവോള എടുക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഈ കുമ്പളങ്ങയും കുക്കായി ഒന്ന് വെള്ളമൊക്കെ വറ്റി വരട്ടെ, നമ്മുടെ പയറും കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പയറും കുമ്പളങ്ങയും കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. നമുക്ക് ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മെഴുക്കുവരട്ടി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ച് മുറിച്ച് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. സവോളയാണെങ്കിലും നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്ത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. പിന്നെ നമുക്ക് കുമ്പളങ്ങയിൽ പച്ചമുളക് ചേർത്ത് വേവിക്കണമെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങയിലും പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ വല്ലാതെ എരിവ് കൂടിപ്പോകും. ഇനി നമ്മുടെ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചതച്ച മുളകാണ് ചേർക്കുന്നതെങ്കിൽ അത് ചേർക്കുക, ഇല്ലെങ്കിലും മുളക് പൊടി ചേർക്കുക. ചതച്ച മുളകാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി. മുളക് പൊടിയാണെങ്കിലും എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി കേട്ടോ. നമ്മൾ പച്ചമുളക് പയറിൽ ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ മുളക് പൊടിയുടെ അളവ് കുറച്ച് പറയുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടി ഒന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിലുള്ള ഒരു മെഴുക്കുവരട്ടിയാണിത്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് പോകുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ചേർത്ത് കൊടുക്കുക. പയറിൽ അധികം വെള്ളം ചേർക്കാതെ ചേർക്കുക കേട്ടോ. പയറിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക, ഒരുപാട് വെള്ളം വേണ്ട പയറിൽ നിന്ന് നമുക്ക്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരളവിൽ വെള്ളമുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക്
ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം. ഒരുപാട് ഇളക്കി കൊടുക്കണ്ട, കുമ്പളങ്ങ ഉടഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്ന് വെള്ളം വറ്റുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ വേറെയും മെഴുക്കുവരട്ടികൾ ഈ വൻപയറിൻ്റെ കൂടെ ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് പതിയെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ വെജിറ്റബിൾസും പയറും ഒക്കെ ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു മെഴുക്കുവരട്ടി ടേസ്റ്റ്. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോകണ്ട. പിന്നെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഞാനിതൊന്ന് ഡ്രൈ ആക്കി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇത് കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. കുമ്പളങ്ങയിലേക്കൊക്കെ നമ്മുടെ പയറിൻ്റെ ടേസ്റ്റും അതുപോലെ ആ ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.